Om Namah Shivaya. Good morning, children. Last class we discussed the lesson Shivka Parva Shivaratri, lesson number 13, page number 92. So all of you please open your textbook, page number 92, lesson number 13, Shivka Parva Shivaratri. इस पाठ के आधार पर हमने भारत में मनाए जाने वाले अनेक त्योहारों के बारे में और इनमें से एक प्रमुख त्योहार शिवरात्रि के बारे में सीख लिया है. नो यू हैव स्टडीड अबाउट शिवरात्रि. नो वी डिस्कस्ड अबाउट शिवरात्रि. शिवरात्रि की कहानी वो भी आप लोगों ने सीख लिया है. So you heard about Shivaratri story also. शिवरात्रि शिवरात्रि के दिन कब हम शिवरात्रि मनाते हैं? शिवरात्रि माघ मास के चतुर्दशी में. नो माघ मास के चतुर्दशी में शिवरात्रि मनाया जाता है, क्योंकि इसी दिन शिव का जन्म हुआ है या शिव स्वयंभू होकर अवतार लिए हैं, ऐसा कहा जाता है. അപ്പോൾ ശിവരാത്രി ആഘോഷിക്കുന്നത് പല കഥകളും അതിൻ്റെ പിന്നിലുണ്ട്. പല പൗരാണിക കഥകളും ശിവരാത്രി ആഘോഷിക്കുന്നതിൻ്റെ പിന്നിലുണ്ട്. അതിൽ ഒരു കഥയാണ് മിസ്സ് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചു തന്നത്. അത് ഒന്നുകൂടെ വേണേ കുറച്ചുകൂടെ വിപുലമായിട്ട് മിസ്സ് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് എന്ന രീതിയിൽ മഹാവിഷ്ണുവാണ് ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഉണ്ടായ അവതാരം. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നുമാണ് ബ്രഹ്മാവിൻ്റെ ജനനം. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഉത്ഭവിച്ച താമരയിലാണ് ബ്രഹ്മാവ് ജനിക്കുന്നത്. അങ്ങനെ ബ്രഹ്മാവ് ജനിച്ചതിന് ശേഷം അദ്ദേഹം സമുദ്രത്തിലാണല്ലോ. അപ്പോൾ ആ സമുദ്രത്തിലൂടെ ചുറ്റിക്കറങ്ങി വരുമ്പോൾ തൻ്റെ മുന്നിൽ മഹാവിഷ്ണുവിനെ മാത്രമേ അദ്ദേഹം കാണുന്നുള്ളൂ. അപ്പോൾ മഹാവിഷ്ണുവിനോട് ചോദിച്ചു, നിങ്ങളാരാണ് എന്ന്. അപ്പോൾ മഹാവിഷ്ണു പറയാണ്, ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എന്ന്. അത് ബ്രഹ്മാവിന് അത്ര സ്വീകാര്യമായില്ല. അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു? മഹാവിഷ്ണുവായിട്ട് തർക്കം തുടങ്ങി. അങ്ങനെ പരസ്പരം തർക്കിച്ച അവർ എന്ത് ചെയ്തു? ബ്രഹ്മാവ് തൻ്റെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയും മഹാവിഷ്ണു തൻ്റെ പാശുപതാസ്ത്രം പ്രയോഗിക്കുകയും ചെയ്തു പരസ്പരം. അങ്ങനെ പാശുപതാസ്ത്രം ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി അതിനെ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം വരികയും ആ സമയത്ത് അതിനെ ഉപസംഹരിക്കുക എന്ന് പറയുക, അതിനെ തിരിച്ചു കൊണ്ടുവരിക. ആ സമയത്ത് എല്ലായിടത്തും നാശമുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ ബ്രഹ്മാവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും മധ്യത്തിലായിട്ട് പെട്ടെന്നൊരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു. ആ ശിവലിംഗത്തിൻ്റെ രണ്ട് വശങ്ങളും അറ്റങ്ങളും കാണാൻ പറ്റാത്തത്ര അത് വളർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ രണ്ട് വശവും കാണാത്തത് കൊണ്ട് ബ്രഹ്മാവ് അതിൻ്റെ മേൽപോട്ടുള്ള വശം, അതിൻ്റെ അറ്റം കാണാനായിട്ടും മഹാവിഷ്ണു അതിൻ്റെ കീഴ്പോട്ടുള്ള അറ്റം കാണാനായിട്ടും യാത്ര പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവരെത്ര ദൂരം പോയിട്ടും ആ ശിവലിംഗത്തിൻ്റെ രണ്ടറ്റവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ തളർന്ന് അവശരായി തിരിച്ചു വന്ന് വീണ്ടും പഴയ സ്ഥലത്തെത്തി. ആ സമയത്ത് അവരുടെ മുന്നിൽ ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെടുകയും ശിവൻ ഈ വിഷ്ണു അയച്ച അത് വിഷ്ണുവിനും ബ്രഹ്മാവിനും തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായില്ല. ആ പാശുപതാസ്ത്രത്തെ ശിവനാണ് തിരിച്ച് ഉപസംഹരിച്ചത്. ഓക്കെ, അങ്ങനെ ശിവൻ
തൻ്റെ ഉഗ്രഭാവം കൈക്കൊണ്ട് താണ്ഡവ നൃത്തം ചെയ്തു. ആ ദിവസമാണ് മാഘമാസത്തിലെ ചതുർദശി അല്ലെങ്കിൽ കറുത്ത പക്ഷത്തിലെ ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, മാഘമാസത്തിലെ ചതുർദശിയിലാണ് നമ്മൾ ശിവരാത്രി ആഘോഷിക്കുന്നത്. അപ്പോൾ ശിവൻ്റെ സ്വയം ഭൂജാതനായതാണ് ശിവൻ. ആ ശിവൻ്റെ ജനനം ഓർമ്മിക്കാനായിട്ടാണ് ശിവരാത്രി നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ് ഒരു ഐതിഹ്യം. ഓക്കെ, ഇനി മറ്റൊരു കഥ, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു കഥയാണ്. ഒരു ഗ്രാമത്തിൽ ഒരു ശിക്കാരി, ഒരു ഹണ്ടർ താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി എന്താ? മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് തൻ്റെ കുടുംബം പോറ്റുന്നത്, അല്ലേ? അങ്ങനെ അദ്ദേഹം ഒരു സാഹുകാർ എന്ന ഒരാളോട് കുറച്ച് പണം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതിൽ ക്രോധിതനായിട്ട് സാഹുകാർ ഈ ശിക്കാരിയെ ഒരു ശിവമഠത്തിൽ ബന്ദി ആക്കി വെച്ചു, കെട്ടിയിട്ടു. അങ്ങനെ അബദ്ധവശാൽ അന്ന് ശിവരാത്രിയുടെ ശിവരാത്രിയായിരുന്നു. അറിയാതെ ഈ ശിക്കാരി ഹണ്ടർ ദൈവിക അല്ലെങ്കിൽ ദേവ വിചാരമുള്ള ഒരാളായിരുന്നില്ല. പക്ഷേ അറിയാതെ തന്നെ ഈ ശിക്കാരി ആ ധ്യാനമഗ്നനായിട്ട് ശിവസംബന്ധമായ ധാർമ്മിക കാര്യങ്ങളെപ്പറ്റി കേൾക്കാനിടയായി. കാരണം ശിവമഠത്തിലാണ് അയാളെ കെട്ടിയിട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ശിവസ്തുതികളും സ്തോത്രങ്ങളും ഒക്കെ അദ്ദേഹം കേൾക്കാനിടയായി. അങ്ങനെ അറിയാതെ തന്നെ അദ്ദേഹം ശിവൻ്റെ സ്തുതികൾ കേട്ടു. ചതുർദശി കോ ഉസ്നെ ശിവരാത്രി വ്രത് കി കഥ സുനി. അങ്ങനെ ചതുർദശി ആയ ദിവസം അദ്ദേഹം ശിവരാത്രി വ്രതത്തിൻ്റെ കഥയും അവിടെ നിന്ന് കേൾക്കുകയാണ് ചെയ്യുന്നത്. സന്ധ്യ ഹോത്തേ ഹി സാഹുകാറിനെ ഉസേ ബുലായ. അങ്ങനെ സന്ധ്യ ആയതും സാഹുകാർ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ മോചിപ്പിച്ചു. എന്നിട്ട് ശിക്കാരി എന്തു പറഞ്ഞു? അടുത്ത ദിവസം തന്നെ ഞാൻ എല്ലാ കടങ്ങളും വീട്ടിക്കൊള്ളാം എന്നുള്ള കണ്ടീഷനിൽ അയാളെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു. അതിനുശേഷം അയാൾ എന്നത്തെയും പോലെ റോസ് കി ബാന്തി, എന്നത്തെയും പോലെ അയാൾ എന്ത് ചെയ്തു? അയാൾ മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി കാട്ടിലേക്ക് പുറപ്പെട്ടു. उसी समय एक जंगली जानवर शिकारी का पीछा करते हुए आया. ആ സമയത്താണ് ഒരു ജംഗലി ജാൻവർ, ഒരു വൈൽഡ് ആനിമൽ അയാളുടെ പിന്നിൽ അയാളെ പിന്തുടർന്ന് വന്നത്. സോ തബി ഉനോനെ അപ്നി ജാൻ ബച്ചാനെ കെ ലിയെ എക്ക് പേട് പർ ചढ़ गया. അപ്പോൾ ഈ മൃഗത്തിനെ കണ്ടപ്പോൾ പേടിച്ച് അയാൾ എന്ത് ചെയ്തു? ഒരു മരത്തിൻ്റെ മേലേക്ക് ഓടിക്കയറി. വോ പേട് ബില്ലു കാ ഥാ. ആ വൃക്ഷം ബില്ലു വൃക്ഷം എന്നാണ് അറിയപ്പെടുന്നത്. അത് ബില്ലു വൃക്ഷം, കൂവളം എന്ന് പറയും. ഓക്കെ, ഇസ് വൃക്ഷക്കെ നീച്ചെ ശിവലിംഗ ഥാ. ആ വൃക്ഷത്തിൻ്റെ തൊട്ട് താഴെ ശിവലിംഗം ഉണ്ടായിരുന്നു. ശിക്കാരി കോ ഉസ്കാ പതാ ന ഥാ. പക്ഷേ ഈ ഹണ്ടറിന് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. ജംഗലി ജാൻവർ പേടിക്കെ നീച്ചെ ഖടാത്ത. ഈ ജംഗലി ജാൻവർ എവിടെ കിടക്കുന്നുണ്ട്? ഈ മരത്തിൻ്റെ തൊട്ട് താഴെ തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശിക്കാരി ആ മരത്തിൻ്റെ മേലെ പേടിയോടെ ഇരുന്നു, അല്ലേ? ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി മക്കൾ പേജ് നമ്പർ 93 എടുക്കുക. അതിൻ്റെ തൊട്ട് താഴത്തെ പാരഗ്രാഫ് ശ്രദ്ധിച്ച് കേൾക്കുക. കണ്ടിന്യൂഷനാണ്. डर के मारे शिकारी रात भर बेचैनी से पत्ते नीचे फेंकता रहा. डर के मारे എന്ന് വെച്ചാൽ വിത്ത് ഫിയർ, അല്ലേ? പേടി കൊണ്ട്. ഡർ കെ മാരെ ഷിക്കാരി രാത് ഭർ മീൻസ് രാത്ത് ഭർ, പുരി രാത്, അല്ലേ? നൈറ്റ് ഫുൾ, അപ്പോൾ ഹോൾ നൈറ്റ് എന്ന് പറയും. രാത്രി മുഴുവൻ എന്ത് ചെയ്തു? ബേച്ചൈനി സേ പത്തേ നീച്ചെ ഫെങ്താ രഹ. ബേച്ചൈനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കംഫേർട്ടാണ് അയാൾ, അല്ലേ? അവിടെ അയാൾ
ഒരു കംഫർട്ടബിൾ ആയിട്ടല്ല ഇരിക്കുന്നത്. മരത്തിൻ്റെ മേലെയാണ്, താഴെ ഈ കാട്ടുജീവിയെ പറ്റി ഉള്ള ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബേച്ചൈനീസ്, റെസ്റ്റ്ലെസ് ആണ്, ഡിസ്കംഫർട്ടാണ്. അങ്ങനെ അയാൾ ആ മരത്തിൻ്റെ മുകളിലിരിക്കുകയാണ്. സുബഹ ഹോനെ പർ ശിക്കാരി ने शिवम लिंग पर 1000 से ज़्यादा बिल्लो पत्र डाले. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ഇയാൾ ഈ മരത്തിൻ്റെ മേലെ ഇരുന്നിട്ട് ബേച്ചൈനീസെ പത്തേ നീച്ചെ ഫെങ്താരഹ എന്ന് പറഞ്ഞു. അസ്വസ്ഥനായിട്ട് ആ മരത്തിൻ്റെ ഇലകൾ ഓരോന്നും പറിച്ച് താഴേക്ക് എറിഞ്ഞുകൊണ്ടേയിരുന്നു. ഈ മൃഗം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ ഈ മരത്തിൽ നിന്ന് ഇലകൾ താഴേക്ക് എറിയുന്നത്. അങ്ങനെ സുബഹ ഹോനെ തക്, രാവിലെ ആകുന്നത് വരേക്കും ശിക്കാരിനെ ശിവലിംഗ് പർ 1000 से ज़्यादा बिल्लो पत्र डाले. ശിക്കാരി ആയിരക്കണക്കിന് ഇലകളാണ് ഈ ശിവലിംഗത്തിൻ്റെ മേലേക്ക് ഇട്ടത്. इससे शिवजी खुश हुए. ഇതിൽ ശിവജി, ഭഗവാൻ ശിവൻ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് അല്ലേ. അപ്പോൾ ഭഗവാൻ ശിവന് വളരെയധികം സന്തോഷമുണ്ടായി. കാരണം ഇയാൾ ഓരോ ഇലകൾ പറിച്ചെറിയുന്നതും ശരിക്കും പൂജ ചെയ്യുന്നതിന് സമമായിരുന്നു. അതുകൊണ്ട് തന്നെ ശിവൻ അയാളിൽ വളരെ സംപ്രീതനായി, അദ്ദേഹത്തിന് വളരെ സന്തുഷ്ടിയുണ്ടായി. इसमें शिवजी खुश हुए और उन्होंने संतुष्ट होकर उस शिकारी के सारे कष्ट दूर कर दिए. അങ്ങനെ അദ്ദേഹം ഈ ശിക്കാരിയെ അനുഗ്രഹിച്ച് അയാളുടെ എല്ലാ കഷ്ടങ്ങളും എല്ലാ ദുരിതങ്ങളും ഇല്ലാതാക്കി. शिकारी ने वचन दिया कि वो शिकार नहीं करेगा और अपना समय पूजा अर्चना में बिताएगा. അങ്ങനെ ശിക്കാരി തൻ്റെ മനസ്സിൽ പ്രതിജ്ഞ എടുക്കുകയാണ്. വചൻ ദിയ, ശിവന് വാക്കുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ടു പ്രോമിസ് എന്ന് പറയും വചൻ. ഹി പ്രോമിസ്ഡ് ദാറ്റ് ഹി നെവർ കിൽ എനി ആനിമൽസ് അല്ലേ. കി വോ ശിക്കാർ നഹി കരേഗ, ഹി വോണ്ട് ഡു ഹണ്ടിങ് അല്ലേ. അദ്ദേഹം ഇനി മുതൽ ഹണ്ടിങ്ങിന് അല്ലെങ്കിൽ വേട്ടയാടാൻ പോവില്ല എന്ന് അദ്ദേഹം ശപഥം ചെയ്തു. और अपना समय पूजा अर्चना में बिताएगा. തൻ്റെ സമയം മുഴുവനും പൂജയിലും അർച്ചനയിലും നീക്കാം അല്ലെങ്കിൽ കഴിച്ചുകൂട്ടാമെന്ന് അദ്ദേഹം ശിവന് വാക്കുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മുതൽ നല്ലൊരു മനുഷ്യനായി, ജീവികളെ ഒന്നും ഉപദ്രവിക്കാതെ നല്ലൊരു മനുഷ്യനായി ജീവിക്കാം എന്ന് അദ്ദേഹം വാക്കുകൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടൊക്കെ മാറി അദ്ദേഹം ശിവനെ സ്തുതിച്ചുകൊണ്ട് തൻ്റെ പിന്നീടുള്ള നാളുകൾ കഴിച്ചുകൂട്ടി. നെക്സ്റ്റ് പാരഗ്രാഫ്. शिवरात्रि के दिन शिव भक्त शिव मंदिरों में जाकर शिवलिंग पर बेलपत्र चढ़ाते हैं. അപ്പോൾ ആ ഓർമ്മക്കായിട്ടാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. അപ്പോൾ ശിവരാത്രി ജനങ്ങൾ എന്തൊക്കെ ചെയ്യും? ശിവരാത്രിക്ക് ദിൻ ശിവഭക്ത്, ശിവഭക്തന്മാരായ ആൾക്കാർ ശിവമന്ദിരോമേ ജാക്കർ, ശിവൻ്റെ അമ്പലങ്ങളിൽ പോയിട്ട് ശിവലിംഗ് പർ ബേൽപത്ര ചഠാത്തേ ഹെ, ശിവലിംഗത്തിൽ ബേൽപത്ര അല്ലെങ്കിൽ ബില്വ പത്ര, നമുക്കറിയോ ബേൽപത്ര, ഇതാണ് ബേൽപത്ര അല്ലെങ്കിൽ കൂവള ഇല എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ശിവൻ്റെ 3 കണ്ണുകൾ അല്ലേ, തൃക്കണ്ണുകൾ, അതാണ് ഈ ഇല പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ, 3 കണ്ണുകൾ പോലെയാണ് ഈ ഇലകളുടെ ആകൃതി ഉള്ളത്. ഓക്കെ, കണ്ടോ? ഓം നമ ശിവായ, ശിവൻ്റെ തൃക്കണ്ണാണ് മുകളിലുള്ളത്, 3ാമത്തെ കണ്ണ്. ഓക്കെ, അപ്പോൾ ബാക്കി 2 കണ്ണുകൾ താഴെ, അതാണ് ഒരു സങ്കല്പം. ഓക്കെ, പിന്നെയോ ഈ ബില്ലുപത്ര, പിന്നെ എന്തൊക്കെയാണ്? ശിവലിംഗ് പർ ബേൽപത്ര ചढ़ाते हैं. പിന്നെ പൂജൻ ഉപവാസ് തഥാ രാത്രി കോ ജാഗരൺ കർത്തേ ഹെ. പൂജൻ ഉപവാസ് എന്ന് പറഞ്ഞാൽ പൂജ ചെയ്യും, ഉപവാസം ഇരിക്കും, ഭക്ഷണം കഴിക്കാണ്ട് റെസ്റ്റ് ചെയ്യും അല്ലേ. ഭക്ഷണം കഴിക്കാതെ ശിവനെ സ്തുതിച്ചും കൊണ്ടിരിക്കുക, ശിവൻ്റെ നാമങ്ങൾ മാത്രം ഉരുവിട്ടും കൊണ്ട് അന്ന് രാത്രി മുഴുവനും ഉറങ്ങാതെ ഉറക്കം വിളിക്കുക. അതാണ് ശിവരാത്രിക്ക് ചെയ്യുന്നത്. പൂജൻ ഉപവാസ് തഥാ രാത്രി കോ ജാഗരൺ, ജാഗരൺ എന്ന് പറഞ്ഞാൽ എവൈക്കണിങ് ആണ്. ഓക്കെ, എവൈക്കൺ, ജാഗരൺ കർത്തേ ഹെ.
इस दिन मिट्टी के बर्तन में पानी भरकर ऊपर से बेलपत्र, आक, धतूरे के पुष्प, चावल आदि डालकर शिव का पूजन किया जाता है. അന്നത്തെ ദിവസം എന്തൊക്കെയാണ് പൂജയ്ക്കെടുക്കുന്നത്? ഇസ് ദിൻ മിട്ടി കെ ബർത്തൻ മേ, മിട്ടി കെ ബർത്തൻ മക്കൾക്കറിയാലോ, എർത്തേൺ പോട്ടാണ് അല്ലേ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം. ആ പാത്രത്തിൽ എന്ത് ചെയ്യും? ബേൽപത്ര, മിസ് പറഞ്ഞു ബില്ലുപത്രിയ ബേൽപത്ര, കൂവളത്തിൻ്റെ ഇല. പിന്നെയോ അതുകൂടാതെ ആക്ക്, ആക്ക് എന്ന് പറയുന്നത് മക്കൾ കണ്ടിട്ടുണ്ടാവും, ഇതാണ് ആക്ക്. ഓക്കെ, ജയൻറ്റ് കലോട്രോപ്പി. ജയൻറ്റ് കലോട്രോപ്പി എന്ന് പറയുന്ന ഒരു അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. അപ്പോൾ ഇത് ഈ ആക്ക് എന്ന് പറയുന്ന ചെടി നമ്മുടെ പരിസരങ്ങളിലെല്ലാം കാണാം അല്ലേ. ഈ ചെടിയുടെ പൂവ്. പിന്നെയോ ദത്തൂരി, ദത്തൂരി എന്ന് പറയുന്നത് ഈ ചെടിയാണ്. ഇതിന് കായും ചെടിയും ഉണ്ട്. ഇത് ശരിക്കും വിഷച്ചെടിയാണ്. ഇതിന് ഉമ്മത്തിൻ കായ എന്ന് പറയും, ഉമ്മത്തിൻ്റെ ചെടി. അത് ഭയങ്കര വിഷമുള്ളതാണ്. ഇതിൻ്റെ പൂവ് ധതൂരേക്ക് ഫൂല്. ഓക്കെ, ധതൂരേക്ക് പുഷ്പ്. പിന്നെയോ ചാവൽ, ചാവൽ അറിയാലോ എല്ലാവർക്കും, അരി. ചാവൽ ആദി ഡാൽക്കർ ശിവ് കാ പൂജൻ കിയാ ജാത്താ ഹെ. അപ്പോൾ ധതൂരേക്ക് ഫൂല്, പിന്നെയോ ആക്ക്, പിന്നെ ബേൽപത്ര, അതുകൂടാതെ വേറെന്താണ്, ചാവൽ. ഇവ ഒക്കെ ചേർത്തിട്ടാണ് ഈ മൺപാത്രത്തിൽ, ഓക്കെ, മിട്ടിക്ക് ബർത്തന്മേ പാനി ഭർക്കർ, അതിൽ വെള്ളം നിറച്ചിട്ട്, മൺപാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് എന്ത് ചെയ്യും? പാനി ഭർക്കർ ഊപ്പർ സേ ബേൽപത്ര, അതിൻ്റെ മുകളിലാണ് ഈ ബില്ലുപത്ര അല്ലെങ്കിൽ കൂവളത്തിലയും, പിന്നെയോ ആക്ക് എന്ന് പറയുന്ന ആ ചെടിയുടെ പൂവും, ധതൂരേക്ക് പുഷ്പ്, ധതൂരെ അതിൻ്റെ പൂവും, ചാവൽ അരിയും ഒക്കെ ഇട്ടിട്ടാണ് ശിവൻ്റെ പൂജ ചെയ്യുന്നത്. രാത്രിക്കോ ജാഗരൺ കർക്കെ, രാത്രി മുഴുവൻ അവേക്കണിങ് ആണ് അല്ലേ, ഉറക്കളിച്ചിരിക്കും. പിന്നെയോ രാത്രിക്കോ ജാഗരൺ കർക്കെ ശിവപുരാണ കാ പാഠ് സുൻകർ, ശിവപുരാണത്തെ പറ്റിയുള്ള പാഠങ്ങൾ അതാണ് കേൾക്കേണ്ടത്. എന്നിട്ടോ അഗലേ ദിൻ ഉപവാസ് ഖോലാ ജാത്താ ഹെ, പിറ്റേ ദിവസം പകൽ മുഴുവൻ ഉറങ്ങാൻ പാടില്ല. പിറ്റേ ദിവസം വൈകുന്നേരം സന്ധ്യാദീപം തെളിയിച്ചതിന് ശേഷം ഉപവാസം അവസാനിപ്പിക്കും അല്ലേ. ഉപവാസ് ഖോലാ ജാത്താ ഹെ, ഖോൽന മീൻസ് ടു ഓപ്പൺ എന്ന് പറയും, തുറക്കുക, അല്ലെങ്കിൽ ഇവിടെ ഉപവാസം അവസാനിപ്പിക്കുക. ദൂസരേ ദിൻ വിവിധ മിഠാൻ ബനായേ ജാത്തേ ഹെ, പിറ്റേ ദിവസം മിഷ്ഠാൻ എന്ന് പറഞ്ഞാൽ നല്ല ഭോജനം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, വിവിധ മിഷ്ഠാന്ന ബനായേ ജാതെ, മിഷ്ഠാന്ന ഭോജനം എന്ന് കേട്ടിട്ടില്ലേ മക്കൾ? അപ്പോൾ വിരുന്ന് അല്ലെങ്കിൽ സദ്യ, അതാണ് മിഷ്ഠാന്ന. അപ്പോൾ വിവിധ മിഷ്ഠാൻ ബനായേ ജാത്തേ ഹെ ആർ ഖീർ കാ ഭോഗ് ലഗായാ ജാത്താ ഹെ. ഖീർ കാ ഭോഗ്, ഖീർ എന്ന് വെച്ചാൽ പായസമാണ്, അതിൻ്റെ ആ പായസവും ഉണ്ടാക്കും പിറ്റേ ദിവസം. लोगों में विश्वास है कि शिवरात्रि के व्रत से पापों का नाश होता है. ജനങ്ങളുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ശിവരാത്രിക്ക് വ്രതം എടുത്തു കഴിഞ്ഞാൽ പാപങ്ങളുടെ ഒക്കെ നാശം ഉണ്ടാവുന്ന പറയുന്നത്. സിൻ, പാപം എന്ന് പറഞ്ഞാൽ സിന്നാണ് അല്ലേ, പാപങ്ങൾ നശിക്കുന്നതാണ് പറയപ്പെടുന്നത്, വിശ്വസിക്കപ്പെടുന്നത്. और मन शुद्ध होता है, മനസ്സ് ശുദ്ധമാകും. ഓക്കെ, ശിവരാത്രി കാ പർവ് പ്രാണിയോं पर दया का पर्व भी है. ഈ ശിവരാത്രിയുടെ പർവ് അല്ലെങ്കിൽ ആഘോഷം എന്ന് പറയുന്നത് ജീവജാലങ്ങളോടുള്ള ദയയും കൂടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് നമ്മൾ ഇവിടെ 2 കഥകളിലൂടെ പഠിച്ചു. ഒന്ന്, ശിക്കാരി തൻ്റെ ഹണ്ടിങ് നിർത്തി അല്ലേ, വേട്ട നിർത്തി, അപ്പോൾ അവിടെ ജീവജാലങ്ങളോടുള്ള ദയയാണ് കാണിക്കുന്നത്. മറ്റൊന്ന് ശിവൻ, മറ്റൊരു കഥ പഠിച്ചിട്ടില്ലേ മക്കൾ? ശിവൻ, അതും കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പഠിപ്പിച്ചു തന്നതാണ്. കാളകൂട വിഷം അല്ലേ, ശിവൻ കഴിക്കാൻ നോക്കുന്ന സമയത്ത് പാർവതീദേവി വന്ന് കഴുത്തിന് പിടിക്കുകയും മഹാവിഷ്ണു വായ മൂടിക്കെട്ടുകയും ചെയ്തു. അങ്ങനെ
താഴെ തറയിൽ പതിച്ചാൽ എല്ലായിടവും നശിക്കും, എല്ലാ ജീവജാലങ്ങളും നശിക്കും. അത് തടയാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ അതും ഇവിടെ എന്താണ്, എല്ലാ പ്രാണികളെയും രക്ഷിക്കുക എന്നുള്ള ഒരു കർമ്മമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിവരാത്രി എന്ന് പറയുന്നത് ജീവജാലങ്ങളോടുള്ള ദയ അല്ലെങ്കിൽ കരുണ കാണിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മക്കൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ തൊട്ട് താഴെ തന്നിട്ടുള്ള 2 പേജിലും തന്നിട്ടുള്ള മീനിങ്സ് ഒരു പക്ഷേ എഴുതി വച്ചിട്ടുണ്ടാകും കഴിഞ്ഞ ക്ലാസ്സിൽ. അത് എല്ലാവരും പഠിക്കണം. അതുകൂടാതെ ഇന്ന് മൗഖികിൻ്റെ 4 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും ലിഖിതിൻ്റെ ആദ്യത്തെ റിക്തസ്ഥാൻ ഭരിയെ എന്നുള്ള 4 എണ്ണവും മിസ്സ് നോട്ട്സ് തരും. ഓക്കെ, അത് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ടെക്സ്റ്റ് നന്നായി വായിച്ച് പഠിക്കുക. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ ബാക്കിയും കൂടെ തരുന്നതായിരിക്കും. അതേപോലെ അടുത്ത ക്ലാസ്സിൽ മക്കൾക്ക് എന്താണ്, ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഒരു ലെസൻ്റെ ക്ലാസ് ടെസ്റ്റ് ഇനിയും നടത്തിയില്ല. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ വരദേ വീണാവാദിനി ലെസൺ 11. ഓക്കെ, ആ ലെസൻ്റെ ക്ലാസ് ടെസ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, നമഃ ശിവായ.